മലയാളിക്ക് അഭിമാനിക്കാനാകുന്ന ചില പരീക്ഷണങ്ങൾ ആക്സിയം 4 ദൗത്യത്തിന്റെ ഭാഗമായി ബഹിരാകാശ സഞ്ചാരി ശുഭാംശു ശുക്ല നടത്തി. എന്താണ് ആക്സിയം 4 ദൗത്യത്തിലെ മലയാളി ബന്ധങ്ങൾ പരിശോധിക്കുക. ഇന്ത്യയുടെ ബഹിരാകാശ രംഗത്ത് നാഴികക്കല്ലായിരുന്നു ആക്സിയം 4 ദൗത്യം. 31 രാജ്യങ്ങളിൽ നിന്നുള്ള 60-ലധികം ശാസ്ത്ര പരീക്ഷണങ്ങൾക്ക് ഇത് വേദിയായി. ഇതിൽ 7 പരീക്ഷണങ്ങൾ നടത്തിയത് ഇന്ത്യയിൽ നിന്നുള്ള ബഹിരാകാശ സഞ്ചാരി ശുഭാംശു ശുക്ലയായിരുന്നു. മലയാളിയെ സംബന്ധിച്ചിടത്തോളം അഭിമാനത്തിനിട നൽകുന്നതാണ് ഇതിൽ 2 പരീക്ഷണങ്ങൾ. മൈക്രോഗ്രാവിറ്റിയിൽ വിത്തിനങ്ങളുടെ വളർച്ചയെപ്പറ്റി പഠിക്കുന്ന പരീക്ഷണമായിരുന്നു അതിലൊന്ന്. കേരള കാർഷിക സർവകലാശാലയും തിരുവനന്തപുരത്തെ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സ്പേസ് സയൻസ് ആൻഡ് ടെക്നോളജിയും ഈ പരീക്ഷണത്തിന്റെ ഭാഗമാണ്. ഈ പരീക്ഷണത്തിനായി തിരഞ്ഞെടുത്ത 6 ഉയർന്ന വിളവ് നൽകുന്ന വിത്തുകൾ കേരള കാർഷിക സർവകലാശാലയാണ് വികസിപ്പിച്ചെടുത്തത്. നെല്ലുവിത്തിനങ്ങളായ ജ്യോതി, ഉമ, മുതിരയുടെ ഇനമായ കനകമണി, എള്ളുവിത്തായ തിലകതാര, വഴുതനങ്ങ വിത്തായ സൂര്യ, തക്കാളി വിത്തായ വെള്ളായണി വിജയ് എന്നിവയാണ് ശുഭാംശു പരീക്ഷണത്തിന് ഉപയോഗിച്ചത്. പ്രമേഹ രോഗികൾക്ക് ബഹിരാകാശയാത്ര സാധ്യമാകാനുള്ള പരീക്ഷണത്തിന് പിന്നിലും മലയാളി സാന്നിധ്യമുണ്ട്. കൊച്ചിയിലെ ലേക്ക് ഷോർ ഹോസ്പിറ്റൽ ചെയർമാനും UAE-യിലെ ബുർജീൽ ഹോൾഡിംഗ്സിന്റെ സ്ഥാപകനുമായ ഡോക്ടർ ഷംസീർ വയലിൽ വിഭാവനം ചെയ്തതാണ് ഈ പരീക്ഷണം. ബഹിരാകാശത്ത് രക്തത്തിൽ പഞ്ചസാരയുടെ അളവ് നിരീക്ഷിക്കുകയും ഇൻസുലിന്റെ പ്രവർത്തനക്ഷമത പഠിക്കുകയും ചെയ്യുക എന്നതാണ് സ്വീറ്റ് റൈഡ് എന്ന പരീക്ഷണത്തിന്റെ ലക്ഷ്യം. ബഹിരാകാശ ദൗത്യങ്ങളിൽ നിലവിൽ പ്രമേഹബാധിതർക്കുള്ള നിയന്ത്രണങ്ങൾ നീക്കുന്നതിന് ഈ ഗവേഷണം സഹായകരമായേക്കും. റിസർച്ച് ഡെസ്ക് 24.